വിജനമായ കാട്ടിനുള്ളിൽ അതിക്രൂരരായ മനുഷ്യഭോജികൾക്ക് മുന്നിൽ അകപ്പെട്ടു പോയാൽ എങ്ങനെയുണ്ടാകും? റോബ് ഷ്മിഡ് സംവിധാനം ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ഹൊറർ സിനിമകളിലൊന്നായ റോങ് ടേൺ സിനിമയുടെ ഞെട്ടിക്കുന്ന കഥയറിയാൻ ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കൊടും കാടിന് നടുവിലൂടെ പോകുന്ന ശൂന്യമായ ഒരു റോഡാണ് നാം കാണുന്നത്. അതിന് സമീപത്തുള്ള ഒരു വലിയ പാറക്കെട്ടിൽ റോക്ക് ക്ലൈംബിംഗ് ചെയ്യുകയാണ് റിച്ചിയും ഹേലിയും എന്ന ദമ്പതികൾ. മുകളിലെത്തുന്ന റിച്ചി കാടിന് നടുവിലായി അഴുക്ക് നിറഞ്ഞ ഒരു തടാകം കാണുകയും തുടർന്ന് ഹേലിയോട് വേഗം മുകളിലേക്ക് കയറി വരാൻ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ വേഗത്തിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതി അവൾ കയറിൽ തൂങ്ങി നിൽക്കുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ സ്വയം മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. തുടർന്ന് സഹായത്തിനായി അവൾ റിച്ചിയെ വിളിക്കുന്നുണ്ടെങ്കിലും അവനെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. ഇത് ഹേലിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. പെട്ടെന്നാണ് അവളുടെ മുഖത്തേക്ക് തുള്ളികളായി രക്തമിറ്റു വീഴുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് അവൾ ഞെട്ടിത്തരിച്ചു പോകുന്നു. മുകളിലേക്ക് നോക്കിയ ഹേലി കാണുന്നത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന റിച്ചിയെ ആരോ ഉയർത്തി താഴേക്ക് വലിച്ചെറിയുന്നതാണ്. അതോടൊപ്പം ആ അജ്ഞാതൻ ഹേലിയുടെ കയർ പിടിച്ച് മുകളിലേക്ക് വലിക്കാനും തുടങ്ങുന്നു. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഹേലി പെട്ടെന്ന് തന്നെ തൻ്റെ കയർ മുറിച്ചു മാറ്റുന്നു. പക്ഷേ ബാലൻസ് നഷ്ടപ്പെട്ട് അവൾ താഴേക്ക് വീഴുന്നു. താഴെ വീണ അവളുടെ മുന്നിലുണ്ടായിരുന്നത് റിച്ചിയുടെ ചേതനയേറ്റ ശരീരമായിരുന്നു. അത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ അവൾ പൊട്ടിക്കരയുന്നു. അതിനിടെ കാട്ടിനുള്ളിൽ നിന്ന് ഭയാനകമായ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അത് കേട്ട് ജീവഭയത്തോടെ ഹേലി സ്വന്തം കാർ കിടക്കുന്ന ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവളുടെ കാൽ അവിടെയുണ്ടായിരുന്ന ഒരു കെണിയിൽ കുടുങ്ങുകയും അവൾ നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. പിന്നാലെ അജ്ഞാതനായ ആ വ്യക്തി അവളെ വലിച്ചിഴച്ച് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ് നാം കാണുന്നത്. തുടർന്ന് ഈ പ്രദേശത്ത് വാഹനങ്ങൾ ദുരൂഹമായി അപ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത സിനിമയിൽ കാണിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂവിനായി മറ്റൊരു നഗരത്തിലേക്ക് പോകുന്ന ക്രിസ് ഇതേ കാട്ടിലൂടെയുള്ള റോഡിലൂടെ വരുന്നത് നാം കാണുന്നു. യാത്രക്കിടയിൽ അവനൊരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെടുന്നു. ഇന്റർവ്യൂവിനെത്താൻ വല്ലാതെ ധൃതിയുണ്ടായിരുന്ന ക്രിസ് സമയം വൈകുമെന്ന് മനസ്സിലാക്കി കാറിൽ നിന്നിറങ്ങി മുന്നിലെ വണ്ടിക്കാരനോട് ട്രാഫിക് ജാമിന്റെ കാരണം ചോദിച്ചറിയുന്നു. ഇവിടെ നിന്നും 5 മൈൽ അകലെയായി ഒരു കെമിക്കൽ ട്രക്ക് മറിഞ്ഞതാണെന്നും ഇനി മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂവെന്നും ആ ഡ്രൈവർ അവനോട് പറയുന്നു. ഇത് കേട്ട ക്രിസ് തൻ്റെ കാർ തിരിച്ച് മറ്റൊരു വഴിയിലൂടെ പോകാൻ തീരുമാനിക്കുന്നു. താൻ എത്താൻ വൈകുമെന്ന കാര്യം കമ്പനിയിൽ അറിയിക്കാൻ അവൻ ഫോൺ എടുത്തെങ്കിലും നെറ്റ്വർക്ക് ഇല്ലാതായി കോൾ കട്ടായി പോകുന്നു. ഫോൺ വിളിക്കാൻ സിഗ്നൽ തപ്പി നടക്കുന്നതിനിടയിലാണ് അവൻ്റെ ശ്രദ്ധ പഴയൊരു ഗ്യാസ് സ്റ്റേഷൻ്റെ ബോർഡിലേക്ക് പതിയുന്നത്. ആ ഗ്യാസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകുന്നതിനിടയിൽ വഴിയരികിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന നിരവധി കാറുകൾ അവൻ കാണുന്നു. തുടർന്ന് ഗ്യാസ് സ്റ്റേഷനിൽ എത്തുന്ന ക്രിസ് അവിടുത്തെ ഉടമയെ കാണുന്നു. കണ്ടാൽ തന്നെ പല ദിവസങ്ങളായി കുഴിക്കാതെയോ വൃത്തിയാക്കാതെയോ ചെയ്യാത്ത തീർത്തും അസുഖബാധിതനായ ഒരാളെ പോലെയായിരുന്നു അയാളുടെ രൂപം. ക്രിസ് കാറിൽ നിന്നിറങ്ങി വീണ്ടും കമ്പനിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ പൂർണ്ണമായും ഡെഡായതിനാൽ അത് സാധിച്ചില്ല. തുടർന്ന് നഗരത്തിലെത്താൻ മറ്റു വല്ല വഴിയുമുണ്ടോ എന്ന് ക്രിസ് ഗ്യാസ് സ്റ്റേഷൻ ഉടമയോട് ചോദിക്കുന്നു. എന്നാൽ അയാൾ ക്രിസിന്റെ ചോദ്യങ്ങളെ പാടെ അവഗണിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവിടെ തൂക്കിയിട്ടിരുന്ന പഴയൊരു ഭൂപടത്തിലേക്ക് അവന്റെ ശ്രദ്ധ പതിയുന്നത്. നഗരത്തിലെത്താനുള്ള ഒരു ഷോർട്ട് കട്ട് വഴി അതിൽ അടയാളപ്പെടുത്തിയിരുന്നു. ഇതേക്കുറിച്ച് സ്റ്റേഷൻ ഉടമയോട് ചോദിച്ചപ്പോൾ ആ ഷോർട്ട് കട്ടിലൂടെ തന്നെ പോകാനാണ് അയാൾ ക്രിസിനെ ഉപദേശിക്കുന്നത്. അങ്ങനെ ക്രിസ് കാറെടുത്ത് ആ കാട്ടുവഴിയിലൂടെ തൻ്റെ യാത്ര തുടരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മാപ്പിൽ കണ്ട ആ ഷോർട്ട് കട്ട് പാത അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. അത് കണ്ട് ഒന്ന് ആലോചിച്ചു നിന്ന ശേഷം സമയം ലാഭിക്കാനായി അവൻ തൻ്റെ കാർ ആ കാട്ടുപാതയിലേക്ക് തിരിക്കുന്നു. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റോഡിന് നടുവിലായി ഒരു മാൻ ചത്തുകിടക്കുന്നത് അവൻ കാണുന്നു. അത് കണ്ട് പെട്ടെന്ന് ശ്രദ്ധ തിരിഞ്ഞ ക്രിസിന്റെ വാഹനം അവിടെ നടു റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറുമായി അതിശക്തമായി കൂട്ടിയിടിക്കുന്നു. ഭീകരമായൊരു അപകടമാണ് നടന്നതെങ്കിലും അത്ഭുതകരമായി ക്രിസ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. അപകടത്തിന് ശേഷം മറ്റേ കാറിലുണ്ടായിരുന്നവർ ക്രിസിന്റെ അടുത്തേക്ക് വന്ന് കടുത്ത ദേഷ്യം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ക്രിസ് സംയമനം പാലിച്ച് അവരോട് ക്ഷമ ചോദിക്കുകയും കാറിനുണ്ടായ കേടുപാടുകൾക്ക് താൻ നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. തുടർന്ന് ആ വിജനമായ റോഡിന് നടുവിൽ അവർ എന്തിനാണ് കാർ നിർത്തിയിരുന്നതെന്ന് ക്രിസ് അവരോട് ചോദിക്കുന്നു. ആരോ റോഡിന് കുറുകെ മൂർച്ചയുള്ള ഒരു മുള്ളുകമ്പി വലിച്ചു കെട്ടിയിട്ടിരുന്നുവെന്നും അതിൽ കയറിയാണ് തങ്ങളുടെ കാറിന്റെ ടയർ പൊട്ടിയതെന്നും അപ്പോൾ ഫ്രാൻസിൻ അവനോട് പറയുന്നു. തുടർന്ന് സഹായം തേടി അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. കാറിന് കാവലായി ഇവാനും ഫ്രാൻസിനും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ബാക്കിയുള്ളവർ ഒരുമിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. വഴിമധ്യേ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു മൃഗത്തെ അവർ കാണുന്നു. കുറച്ചു ദൂരം കൂടി പിന്നിട്ടപ്പോൾ വഴിയിൽ ചില ടയറുകൾ കത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്തോ വലിയ ഒരു അപകടം അവിടെ പതിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ക്രിസ് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ എല്ലാവരോടും പറയുന്നു. അടുത്ത രംഗത്തിൽ കാറിനരികിൽ കാത്തുനിൽക്കുന്ന ഇവാനെയും ഫ്രാൻസിനെയുമാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് സമീപത്തെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കുകയും അതെന്താണെന്ന് നോക്കാനായി ഇവാൻ അവിടേക്ക് പോകുന്നു.
എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും ഇവാനെ തിരികെ കാണാതാവതെ ഭയന്നുപോയ ഫ്രാൻസിൻ അവനെ തിരഞ്ഞുകൊണ്ട് ആ കാട്ടിലേക്ക് തന്നെ നടന്നു നീങ്ങുന്നു. ആ കാട്ടിലൂടെ മുന്നോട്ടു പോകുന്ന ഫ്രാൻസിൻ പെട്ടെന്ന് നിലത്ത് കിടക്കുന്ന ഇവാന്റെ ഷൂസ് കാണുന്നു. തൊട്ടടുത്തായി അറുത്തുമാറ്റപ്പെട്ട നിലയിൽ അവന്റെ ഒരു ചെവി കൂടി ഉള്ളത് കണ്ട് ഭയന്ന് വിറച്ച് ഫ്രാൻസിൻ പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും അജ്ഞാതമായ ഒരു വിചിത്ര രൂപം പിന്നിൽ വന്ന് അവളെ അതിക്രൂരമായി കൊല്ലപ്പെടുത്തുന്നു. തുടർന്ന് സഹായം തേടി കാട്ടിലൂടെ നടന്നു നീങ്ങുന്ന ക്രിസിനെയും മറ്റുള്ളവരെയും കാണിക്കുന്നു. ഏറെ നേരത്തെ നടത്തമിനു ശേഷം അവർ വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ഒരു പഴയ വീട് കണ്ടെത്തുകയും എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ വീടിന്റെ പരിസരത്ത് നിരവധി കാറുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത് കണ്ട് ക്രിസിന് വീണ്ടും സംശയം തോന്നുന്നു. അവൻ പതിയെ ആ വീടിന്റെ വാതിലിൽ തട്ടുന്നു. എന്നാൽ അവിടെ ആരുമുണ്ടായിരുന്നില്ല. വാതിൽ തുറന്ന് അവർ അകത്ത് കിടക്കുമ്പോൾ വൃത്തിഹീനമായ ഒരു ഭക്ഷണമേശയിലേക്കാണ് അവരുടെ ശ്രദ്ധ പോകുന്നത്. ഏറെ നാളായി ആരും അവിടെ വൃത്തിയാക്കിയിട്ടില്ലെന്നും ആ വീടാകെ വളരെ വിചിത്രമാണെന്നും അവർക്ക് അനുഭവപ്പെടുന്നു. അവിടെ നിന്ന് ചില കാറുകളുടെ താക്കോലുകളും അവർ കണ്ടെത്തുന്നു. ഇതിനിടയിൽ മുറിയിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് തുറന്നു നോക്കിയ ക്രിസ് അതിനുള്ളിലെ കാഴ്ച കണ്ട് പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നു. ആ ഫ്രിഡ്ജിനുള്ളിൽ അറുത്തുമാറ്റപ്പെട്ട നിരവധി മനുഷ്യ ശരീരഭാഗങ്ങളും മാംസകഷ്ണങ്ങളുമായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ കാറിന്റെ ടയർ പഞ്ചറാക്കാൻ വഴിയിൽ വലിച്ചു കെട്ടിയിരുന്ന അതേ മൂർച്ചയുള്ള മുള്ളുകമ്പിയും അവർ ആ വീട്ടിൽ കണ്ടെത്തുന്നു. ഇതെല്ലാം കണ്ട് ജീവൻ ഭയന്ന അവർ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ഉടൻ തന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു പഴയ ട്രക്കുമായി ആരോ ആ വീടിന് മുന്നിൽ വരുന്നത് ക്രിസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവർ ഉടൻ തന്നെ പിൻവാതിലിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അപ്പോഴേക്കും ആ അജ്ഞാതർ വീട്ടിനുള്ളിലേക്ക് കടന്നുവരികയും ഫ്രാൻസിന്റെ മൃതദേഹം വലിച്ചിഴച്ചുകൊണ്ടുവന്ന് നിലത്ത് വലിച്ചെറിയുകയും ചെയ്യുന്നു. ഈ ഭീകരമായ കാഴ്ച കണ്ട് ക്രിസും കൂട്ടരും ഭയന്നു വിറച്ച് ഒളിച്ചിരിക്കുന്നു. തുടർന്ന് ആ അജ്ഞാതരുടെ മുഖം വ്യക്തമാകുമ്പോഴാണ് അതൊരാളല്ല, മറിച്ച് അതിക്രൂരരായ 3 മനുഷ്യഭോജികളാണെന്ന് അവർ തിരിച്ചറിയുന്നത്. അവർ ഫ്രാൻസിന്റെ മൃതദേഹം ആ വലിയ മേശപ്പുറത്തു വച്ച ശേഷം മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിനുറുക്കാൻ തുടങ്ങുന്നു. ഈ ദാരുണമായ ദൃശ്യം കണ്ട കാർലി എന്ന പെൺകുട്ടി ഭയത്താൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും സ്കോട്ട് പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു. കുറച്ചു സമയത്തിനു ശേഷം ആ മനുഷ്യഭോജികൾ അവരുടെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. ഈ അവസരം മുതലെടുത്ത് എല്ലാവരും പതുക്കെ അവിടെ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ അബദ്ധത്തിൽ ഒരു ശബ്ദമുണ്ടാകുകയും മനുഷ്യഭോജികളിൽ ഒരാൾ ഉണർന്ന് ഇവരെ കാണുകയും ചെയ്യുന്നു. പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെ ജീവനും കൊണ്ട് അവർ കാട്ടിലേക്ക് ഓടാൻ തുടങ്ങുന്നു. മനുഷ്യഭോജികൾ ആയുധങ്ങളുമായി അവരെ പിന്തുടർന്നു. ഈ സമയം അവരുടെ ശ്രദ്ധ തിരിച്ച് അവിടെ കിടക്കുന്ന ട്രക്ക് മോഷ്ടിക്കാനായി ക്രിസ് ഒരു പദ്ധതി തയ്യാറാക്കുകയും അവരെ വഴിതെറ്റിക്കാനായി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി മനുഷ്യഭോജികളിൽ ഒരാൾ ക്രിസിന്റെ കാലിന് നേരെ വെടിവെക്കുകയും അവന് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കാട്ടിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന സ്കോട്ടിനെ മനുഷ്യഭോജികൾ പിന്തുടരുന്നു. പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു അമ്പ് സ്കോട്ടിന്റെ നെഞ്ചിൽ കൂടി തുളച്ചു കയറുകയും അവൻ അവിടെ തന്നെ പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്നു. ഈ സമയം ലഭിച്ച അവസരം ഉപയോഗിച്ച് അവശേഷിക്കുന്ന 3 പേർ മനുഷ്യഭോജികളുടെ ആ പഴയ ട്രക്കുമെടുത്ത് അവിടെ നിന്നും അതിവേഗം രക്ഷപ്പെടുന്നു. എന്നാൽ അവരുടെ ആശ്വാസം നേരമധികം നീണ്ടു നിന്നില്ല. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും ആ ട്രക്ക് അവിടെ ഒരു ചെളിക്കുണ്ടിൽ കുടുങ്ങിപ്പോകുന്നു. ട്രക്ക് ചെളിയിൽ കുടുങ്ങിയതോടെ അത് അവിടെ തന്നെ ഉപേക്ഷിച്ച് അവർ വീണ്ടും കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യഭോജികൾ വിടാതെ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഓടിത്തളർന്ന അവർ സന്ധ്യയായതോടെ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ നിൽക്കുമ്പോഴാണ് കാർലി മുകളിലേക്ക് നോക്കാൻ അവരോട് പറയുന്നത്. അവിടെ വളരെ ഉയരത്തിലായി ഒരു പഴയ വാച്ച് ടവർ നിൽക്കുന്നത് കണ്ട് അവർക്ക് വീണ്ടും ജീവനിൽ ചെറിയ ഒരു പ്രതീക്ഷ ജനിക്കുന്നു. ഉടൻ തന്നെ അവർ ആ ടവറിന് മുകളിലേക്ക് കയറുന്നുവെങ്കിലും അവിടെ ആരുമുണ്ടായിരുന്നില്ല എന്നവർ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് ജെസ്സിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ലഭിക്കുകയും അവൾ അതുപയോഗിച്ച് ക്രിസിന്റെ കാലിലെ വെടിയേറ്റ മുറിവ് വെച്ചുകെട്ടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടെ നിന്ന് ലഭിച്ച പഴയ ഒരു റേഡിയോയിലൂടെ കാർലി സഹായത്തിനായി അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറുവശത്തു നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ല. അപ്പോഴാണ് താഴേക്ക് നോക്കിയ ക്രിസ് ആ നടുക്കുന്ന കാഴ്ച കാണുന്നത്. ആ 3 മനുഷ്യഭോജികളും അപ്പോഴേക്കും ടവറിന്റെ താഴെ എത്തിയിരുന്നു. അവർ ടവറിലേക്ക് കയറാൻ തുടങ്ങിയതും ക്രിസും കൂട്ടരും വേഗത്തിൽ മുകളിലെ പ്രവേശനവാതിൽ അടച്ചുപൂട്ടുന്നു. വീണ്ടും റേഡിയോയിലൂടെ ബന്ധപ്പെടാൻ കാർലി ശ്രമിക്കുന്നതിനിടെ ടവറിന്റെ താഴെ നിന്നും മനുഷ്യഭോജികൾ റേഡിയോയുടെ വയർ വലിച്ചു പൊട്ടിക്കുന്നു. തുടർന്ന് അവർ ആ ടവറിന് തീയിടുന്നു. നിമിഷനേരം കൊണ്ട് ടവറിലേക്ക് തീ പടർന്നതോടെ രക്ഷപ്പെടാനായി കാർലി അവിടുത്തെ ജനൽ ചില്ലടിച്ചു പൊട്ടിക്കുന്നു. തുടർന്ന് അവർ ആ ജനലിലൂടെ ചാടി അടുത്തുള്ള വലിയ ഒരു മരത്തിന്റെ കൊമ്പുകളിലേക്ക് വീഴുന്നു. എന്നാൽ ഇത് കണ്ട മനുഷ്യഭോജികൾ അവരെ പിടികൂടാനായി മരത്തിലേക്ക് കയറാൻ തുടങ്ങുന്നു. ഇതോടെ ജീവൻ രക്ഷിക്കാനായി അവർ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിന്റെ കൊമ്പുകളിലേക്ക് അതിസാഹസികമായി ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മരങ്ങൾക്കിടയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു മനുഷ്യഭോജി കാർലിയെ പിടികൂടുകയും കോടാലി കൊണ്ട് അവളെ അതിക്രൂരമായി കൊല്ലപ്പെടുത്തുകയും ചെയ്യുന്നു. നേരം വെളുത്തപ്പോൾ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് ക്രിസ് അതിനു മുന്നിലേക്ക് ഓടിച്ചെന്ന് സഹായം തേടുന്നു. എന്നാൽ ജീപ്പിൽ നിന്നും ഇറങ്ങിയ പോലീസ് ഓഫീസറുടെ കണ്ണിലേക്ക് എവിടെ നിന്നോ പാഞ്ഞു വന്ന ഒരു അമ്പ് തുളച്ചു കയറുകയും അദ്ദേഹം അവിടെ തന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഭയന്നുപോയ ക്രിസ് ഉടൻ തന്നെ ആ പോലീസ് വാനിനടിയിൽ ഒളിക്കുന്നു.
മനുഷ്യഭോജി വാനിനടിയിൽ കുനിഞ്ഞു നോക്കിയെങ്കിലും ക്രിസിനെ കണ്ടെത്താനായില്ല. തുടർന്ന് ആ പഴയ വീട്ടിൽ ജെസ്സിയെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ കാണിക്കുന്നു. മനുഷ്യഭോജികൾ അവളെ കൊലപ്പെടുത്താൻ തയ്യാറെടുക്കുമ്പോഴാണ് പുറത്തൊരു വാഹനത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. എന്താണെന്ന് നോക്കാൻ അവർ ശ്രമിക്കുന്നതിനിടെ ക്രിസ് ആ പോലീസ് ജീപ്പ് അതിവേഗത്തിൽ വീടിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റുകയും ഒരു മനുഷ്യഭോജിയെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്യുന്നു. ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയ ക്രിസ് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവനെ ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം ജെസ്സിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പരിക്കേറ്റ മനുഷ്യഭോജി വീണ്ടും എഴുന്നേറ്റ് വന്ന് ക്രിസിനെ ആക്രമിക്കുകയും അവനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. ക്രിസിന്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട ജെസ്സി അവനെ ഇരുന്ന വില്ലും അമ്പും കൈക്കലാക്കി ആ മനുഷ്യഭോജിയുടെ നെഞ്ചിലേക്ക് അമ്പെയ്ത് കയറ്റി അവനെ കൊലപ്പെടുത്തുന്നു. ഒടുവിൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾക്കൊടുവിൽ ക്രിസും ജെസ്സിയും ആ നരകതുല്യമായ വീട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു നീങ്ങുന്നു. അവശേഷിക്കുന്ന മനുഷ്യഭോജികളെ നശിപ്പിക്കാനായി ക്രിസ് പോലീസ് വാഹനത്തിന്റെ ഇന്ധന ടാങ്കിന് നേരെ വെടിയുതിർക്കുന്നു. നിമിഷങ്ങൾക്കകം അവിടെ ഒരു വൻ സ്ഫോടനമുണ്ടാവുകയും ആ വീട് പൂർണ്ണമായും അഗ്നിക്കിരയാവുകയും ചെയ്യുന്നു. ആ നരകത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ക്രിസും ജെസ്സിയും അവിടെ നിന്നും ഒരു വാഹനം കൈക്കലാക്കി യാത്ര തുടരുന്നു. തിരികെ പോകുന്ന വഴിയിൽ അവർ ആദ്യം കണ്ട ഗ്യാസ് സ്റ്റേഷനിലെത്തുന്നു. തകർന്നു കിട്ടിയ വാനിൽ വരുന്ന അവരെ കണ്ടതും ഗ്യാസ് സ്റ്റേഷൻ ഉടമ ഭയന്ന് അകത്ത് കയറി വാതിലടയ്ക്കുന്നു. എന്നാൽ ക്രിസ് അവിടെ ഇരുന്ന റോഡ് മാപ്പ് വലിച്ചു കീറിയെടുത്തുകൊണ്ട് വീണ്ടും യാത്ര തുടരുന്നു. ഇതോടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന റോങ് ടേൺ എന്ന ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ കൂടുതൽ ആവേശകരമായ തുടർഭാഗങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. കണ്ടതിന് നന്ദി.